കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ അശുദ്ധി ഇന്നലകളിൽ ജീവിതത്തിൽ ഇടപെട്ട് വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിനെതിരായി നിന്ന് ആ മാലിന്യങ്ങളെല്ലാം മാറി. കർത്താവേ, നീ എന്നിലേക്ക് ഇറങ്ങണം. ഇന്നലകളിൽ സംഭവിച്ചു പോയ പാളിച്ചകളുണ്ട്. ജീവിതത്തിൽ ഇന്നലകളിൽ ചെയ്തു പോയ പ്രവൃത്തികൾ പലപ്പോഴും നിന്റെ സ്വരൂപത്തിൽ തന്നെ മാറ്റുന്നതാണ്. കർത്താവേ, എൻ്റെ അശുദ്ധി മാറണം. അങ്ങ് തിളങ്ങുന്ന മുത്താക്കി എന്നെ പുറത്തെടുക്കണം. പ്രാർത്ഥിച്ചേ, കർത്താവേ, ഇനി അങ്ങേ വിട്ടൊരു ജീവിതമില്ല. എൻ്റെ അശുദ്ധി മുഴുവനും മാറണം. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഓ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഇത് പ്രാർത്ഥനയാണ് പ്രിയരെ, ഇത് പാട്ടല്ല. പേർ പാടുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കിത് പ്രാർത്ഥനയാണ്. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പാടിയേ പറഞ്ഞേ, അപ്പാ വേണ്ട, ഇനി പഴയത് വേണ്ട. എന്റെ ചിന്തകൾ, എന്റെ പ്രവൃത്തി വിശ്വപ്പായെ അങ്ങയോടൊപ്പം. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളായിരിക്കുന്നിടത്ത് പകരപ്പെടുന്നുണ്ടല്ലോ. കർത്താവിന്റെ കൃപ വ്യാപരിക്കുന്നുണ്ടല്ലോ. പുറത്തെടുക്കുകയാണ്. നിങ്ങളുടെ ഹൃദയങ്ങൾ തീരുമാനങ്ങൾ ഉണ്ടാവുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ ഇപ്പോൾ നിറയുന്നുണ്ടെങ്കിൽ അതൊരു മാനുഷികമല്ല, അത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ്. എവിടെയോ എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുന്ന ആ ദൈവിക പദ്ധതിയിലേക്ക് കർത്താവ് നിങ്ങളെ കൈപിടിച്ചു കയറ്റുകയാണ്. മാലിന്യം മൂടിക്കിടക്കുന്ന സ്വർണ്ണത്തെ തീ കൊണ്ട് ശുദ്ധീകരിച്ച് പുറത്തെടുക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ സമയത്ത് നീ ശുദ്ധിയുള്ളതായി തീരുകയാണ്. എവിടെയോ ഇന്നലകൾ അഡിക്ഷനായി പോയതിനെ നാളുകളിൽ നിനക്കതിനെ ഈസിയായി ഓവർകം ചെയ്യാൻ പറ്റുന്നൊരു ദൈവത്തിന്റെ ശക്തി, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണമുള്ള സാക്ഷ്യങ്ങൾ നിന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് തുറന്നു വരികയാണ്. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ,